ഇതിൻ്റെ വല്യമ്മ ഞാനും കൂടി ഇങ്ങനെ ഇരിക്കണതിന് ഒരു അർത്ഥമുണ്ട്. സാധാരണ നമ്മൾ ഫാമിലീനെ ഒന്നും സാധാരണ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കില്ല, പക്ഷേ ഇന്ന് കാണിക്കണതിന് ഒരു അർത്ഥമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഈ ചിരിയൊക്കെ മാറാൻ പോവാണ്. അങ്ങനെ ഞാൻ ഹാൻഡ് ബാഗ് ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് നോക്കുകയാണ്. ഇത് പാസ്പോർട്ട് തന്നെ അല്ലേ? ആണ്. വന്നതിന് ശേഷം പിന്നെ പോകുമ്പോഴാട്ടോ പാസ്പോർട്ട് എടുത്ത് നോക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെയാണോ? ഇതാണ് എൻ്റെ ലഗേജ് ബാഗ്. ലഡു, ജിലേബി, തേങ്ങ, മാങ്ങ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ളൂ, എന്നാലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനല്ല, റൂമിലുള്ളവർ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇനി അവിടെ എത്തിയിട്ട് വേണം അവന്മാർ എൻ്റെ തല എടുക്കുമോ എന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടി പൊട്ടിക്കുന്നതിന് മുന്നേ അവന്മാർക്കൊരു വിചാരം ഉണ്ടാവും നിറച്ചും സാധനങ്ങളുണ്ടാവുമെന്ന്. എന്താവുമെന്ന് കണ്ടറിയാം. പിന്നെ നമ്മളെ മെയിൻ ബീഫൊക്കെ കയ്യിലുണ്ട് കേട്ടോ. മീനുണ്ട്, ചെമ്മീൻ പൊരിച്ചതുണ്ട്, മാന്തൾ പൊരിച്ചതുണ്ട്. വാവ്! എല്ലാവരും മാഷാള്ള പറഞ്ഞോളൂ. ഇതാണ് നമ്മളെ അലേഹാനവാലി. ഞാൻ ഈ പേര് പറയുന്നത് കണ്ടിട്ട് ഓളെ ഉമ്മാക്ക് തന്നെ ഈറോടിച്ചിട്ടുണ്ടാവും. ഇവളോട് പോക്ക് പറയാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ കളിയും ഈ ചിരിയും ഇതൊക്കെ ഇനി ഫോണിലൂടെ അല്ലേ കാണാൻ പറ്റുള്ളൂ. നേരിട്ടാകുമ്പോൾ 2 കടിയെങ്കിലും കൊടുക്കാമല്ലോ. പിന്നെ ഇതാണ് ചട്ടനും പൊട്ടനുമായ അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ കണ്ണൂർക്കാരനായ അബ്ദുറഹ്മാൻ നേരെ ഓടിയിട്ട് വന്നിരിക്കണ കോഴിക്കോട്ടേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മലപ്പുറത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാരണങ്ങളാൽ ചെറുക്കന് വരാൻ പറ്റിയിട്ടില്ല. അവൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നത് വേറെ അവനെ ഗൂഗിളമായി അവനെ റൂട്ട് തെറ്റിച്ച് വേറെ ഏതോ റൂട്ടിലേക്കൊക്കെ പോയിട്ട് ആളെത്തിയത് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ആയിപ്പോയി. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള തൊട്ട് നിമിഷത്തിലുള്ള ആ ഒരു നിപ്പ്, അത് വല്ലാത്തൊരു വേദനാജനകമായൊരു നിപ്പാണ്. അത് നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള വേദന ആയതുകൊണ്ടല്ല, ബാഗും പിടിച്ചിട്ടുള്ള ആ നിപ്പുണ്ട്. എടങ്ങാറിൻ്റെ നിപ്പായി പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറിയതിന് ശേഷം ഞാൻ ആദ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് വിളിച്ചറിയിച്ചു. പിന്നെ ജസ്റ്റ് മെസ്സേജ് അയച്ചു. നമ്മൾ പിന്നെ ഓടിച്ചാടി വന്നുകൊണ്ട് ആൾക്കാരൊക്കെ മെല്ലെ ഇങ്ങനെ വന്നിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കയറി ഇരുന്ന് എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി വെച്ചപ്പോണ്ട് റൺവേയിലൂടെ വരുന്ന നമ്മുടെ കുഞ്ഞിമോന്. അപ്പോൾ കുഞ്ഞിമോൻ ഇങ്ങനെ പോയിട്ടൊന്ന് സൈഡാക്കിയിട്ട് വേണം നമ്മുടെ മുത്തുമോനിക്ക് റൺവേയിലേക്ക് കയറാൻ. അപ്പോൾ മുത്തുമോൻ ഇങ്ങനെ മെല്ലെ ചലിക്കുന്നുണ്ട്. കുഞ്ഞുമോൻ പോയിട്ട് മുത്തുമോൻ മെല്ലെ അങ്ങോട്ട് കയറും. അങ്ങനെ ഞങ്ങൾ മുത്തുമോൻ്റെ കൂടെ ഞങ്ങളവിടെ എത്തും. ഞങ്ങളുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളും കുറേയൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങി. കാരണം ഭയങ്കര തണുപ്പായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. യെസ്, ഫൈനലി വെൽക്കം ടു അബുദാബി. അങ്ങനെ ഞങ്ങളിതാ അബുദാബിൻ്റെ മണ്ണിൻ്റെ മുകളിലൂടെ ആകാശത്ത് കൂടെ എല്ലാവരും മുകളിലേക്ക് നോക്കിയിട്ട് ഈ സാധനത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം പോകുമല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന പറയുന്ന 4 വാലുള്ള വിമാനത്തിലൂടെ ഞങ്ങൾ പറന്നിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു പ്രത്യേക കാര്യമുണ്ട്. അബുദാബി എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബാണിപ്പോൾ. കുറച്ച് നടക്കാനുണ്ടെങ്കിലും കുഴപ്പമില്ല, ഭയങ്കര ലുക്കാണ് കാണാൻ. മാഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങളുടെ ലഗേജും ബിക്കാസും തൊപ്പിയെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ എക്സിറ്റ് അടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പുറത്തെത്തി. എന്നാ തണുപ്പ്! അങ്ങനെ പയ്യന്മാരുള്ളതുകൊണ്ട് നമ്മുടെ കുറച്ച് സങ്കടങ്ങളൊക്കെ അവിടെ ഒതുക്കി, ഞങ്ങൾ റോട്ടിൽ ഒതുക്കി. കാരണം അവന്മാർ നല്ല പാട്ടൊക്കെ ഇട്ട് ഭയങ്കര നെഞ്ചിലുള്ളിൽ നീയാണ് തേനാണ് ആ പാട്ടുമുണ്ട്, അതിൻ്റെ അപ്പുറത്തെ പാട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ തകർത്തടി വണ്ടിയിൽ കുറച്ച് നേരം, എന്നിട്ട് സങ്കടങ്ങളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് അനസും, മറ്റേ പേരെന്തിനും മറന്നുപോയി, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അവനുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ചെക്കന്മാരാണ്, നമ്മുടെ അബ്ദുവിൻ്റെ കട്ട ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു റൂമിലേക്ക്. ആദ്യം ഞങ്ങൾ നൈസായിട്ട് ഒരു സാൻഡ്വിച്ചും ചായയും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ റൂമിലേക്കാണ്.